ഞാനിന്നേ നല്ലൊരു ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ അരിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഇഞ്ചി മുഴുവനെ കഴുകുക. കഴുകിയതിന് ശേഷം അതിൻ്റെ തോട് കളയുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം അരിയുക. അല്ലാതെ അരിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും ഇഞ്ചി കഴുകാൻ പാടില്ല. എങ്കിലും ഇഞ്ചിയുടെ സത്തെല്ലാം വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഒരു കവറിൽ നട്ടു വെച്ചിരുന്ന ഇഞ്ചിയാണ്. എൻ്റെ സ്വന്തം കൃഷിയിലുള്ള ഇഞ്ചിയാണ്. അതുകൊണ്ട് താണ്ട് നല്ല മുറ്റിയിട്ടൊക്കെ ഉണ്ട്. ആകെ ഇത്ര തന്നെയായിരുന്നു. എല്ലാം എടുത്തു. ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഞാൻ കൃഷി ചെയ്തതാണ്. പിന്നെ ഉള്ളി മാത്രം എൻ്റെ കൃഷിയല്ല, വാങ്ങിയതാണ്. ഓക്കെ, ഒരു പീസ് കായവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വറക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ കായവും കൂടെ ആ എണ്ണയിലിട്ട് ഞാനൊന്ന് വറുത്തെടുക്കും. അപ്പോൾ നല്ല മുരിഞ്ഞ് വരും. അത് നമ്മൾ ഈ ഇഞ്ചി പൊടിക്കുന്ന സമയത്ത് ഈ കായവും കൂടെ പൊടിക്കാം. പിന്നെ അത് കഴിഞ്ഞ് കടു വറക്കുമ്പോഴാണ് ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് കടു വറുത്തതിന് ശേഷമാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിട്ട് കടുക് വറുത്തിട്ട് ഇഞ്ചി വെച്ചാൽ. ചിലർ സാധാരണ ഇഞ്ചി മാത്രം മുളകും കടുകും ഇട്ട് കടുക് വറുത്തിട്ട് ഈ ഇഞ്ചി നമ്മൾ പൊടിച്ചിട്ട് അങ്ങോട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാനാണെങ്കിൽ ഇതുകൂടെ ചേർത്തിട്ടാണ് വെക്കുന്നത്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഞാൻ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കട്ടെ. ഇച്ചിരി നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. ഇത് ഒന്ന് ഏകദേശം ഇഞ്ചി ഒന്ന് ചുവക്കാറാകുമ്പോൾ കായവും കൂടെ ഇട്ട് വറക്കും. ഞാനപ്പോൾ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇഞ്ചിയൊക്കെ നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. കായവും നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം നമുക്ക് കടുക് വറുത്ത് അതിനകത്ത് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്നിരുന്ന് തണുക്കട്ടെ. അപ്പോൾ ഇഞ്ചി വറുത്ത് കോര് എണ്ണ ബാക്കി ഇരിപ്പുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇടാം. അതൊന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ഇടുവാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുവന്നാൽ മതി. ആ സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്ന് ഇതിലോട്ട് ഇടുവാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഒന്നിട്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനുള്ള. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, എന്നാൽ ഇത് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. ഇത് വരട്ടെ. ആ സമയം നമുക്ക് ഇഞ്ചിയൊക്കെ പൊടിച്ചെടുത്ത് അതിന് കൂട്ടിനുള്ള മല്ലി മുളക് ഇതെല്ലാം നമുക്ക് എടുക്കാവേ. ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ നല്ലവണ്ണം അടിച്ച് ഒന്ന് ഇഞ്ചിയും കായവും കൂടെ നല്ലവണ്ണം വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ അരച്ചെടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിന് ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ പുളിയും കൂടെയാണ്. പുളിയും ഉപ്പും കൂടെ ആയാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവും. ഇനി അപ്പോൾ ഞാൻ ഈ മുളക് അതിലോട്ടൊന്ന് തട്ടട്ടെ. ഇതെല്ലാം റെഡിയായി. ഇനി വച്ചിരുന്ന മുളക് നമ്മൾ ജസ്റ്റ് ഇതിൽ ചെറുതായിട്ടൊന്ന് മതി. കാരണം മുളക് മല്ലിയെല്ലാം ചൂടാക്കിയതാണ്. കൂടുതൽ സമയം ഇട്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ. ഇനി അടുത്ത് പുളിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി റെഡിയാവും. അപ്പോൾ ഞാൻ കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞ് കൊണ്ടുവരട്ടെ. കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡിയായി വരുന്നുണ്ട്. അല്പം പുളിയും കൂടെ ഞാനൊന്ന് ചേർക്കട്ടെ. ഒരു നെല്ലിക്ക നെല്ലിക്കയോളം വലിപ്പമുള്ള കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇഞ്ചിക്കറി റെഡിയായി. ഇനി ഈ പുളിയും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. കായത്തിൻ്റെയും ഇഞ്ചിയുടെയും പിന്നെ ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ല മണവും വരുന്നുണ്ട്. ഇത് ഏകദേശം നമുക്ക് വാങ്ങാറായിട്ടുണ്ട്. ആ സമയം ഈ പുളിയും എരിവും ഇഞ്ചിയുടെ ഒരു കമർപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഒന്നിടട്ടെ. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇടാം. ഇത് ഓപ്ഷണലാണ്. പണ്ടുള്ളവരൊന്നും ഇങ്ങനെ ശർക്കരയും പഞ്ചസാരയൊന്നും ഇടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഇടുന്നത്. എന്നാലും ഞാൻ 1 സ്പൂൺ പഞ്ചസാര കൂടെ ഒന്നിടട്ടെ. 1 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി അടിപൊളിയായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് മുമ്പായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നിടാം. അവസാനം ഇട്ടാൽ മതി, കറിവേപ്പില ആദ്യം ഒന്നും ഇടണമെന്നില്ല. ഒന്നിടട്ടെ, ഇട്ടിട്ട് പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഇതാ കണ്ടോ, നല്ല തരിയുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇഞ്ചിക്കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.